ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് വോയിസൊക്കെ കൊടുത്തൊരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ട്, അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇന്നൊരു ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഈ ഷെൽഫിൽ കുറച്ച് ക്രോക്കറി പ്ലേറ്റുകളും ഗ്ലാസും കപ്പൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്തു. ഒരു 6 മാസം മുന്നേ ഞാനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ ഇപ്പം നിറയെ പൊടിയായേ. ഈ ഭാഗത്ത് സകല പൊടിയും ഈ ഷെൽഫിനകത്താണെന്നാണ് തോന്നുന്നത്. അതുപോലെയാണ് പാത്രം നിറച്ചും പൊടിയായിട്ടിരിക്കുന്നത്. ശരിക്കും ജോലിയെടുത്ത് മടുത്തൊരു ദിവസമാണെന്ന് പറയാവേ. അതുപോലെ മടുത്തു പോയി ജോലിയെടുത്ത്. അതുപോലെ എല്ലാം ക്ലീൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നേ. ആദ്യം തന്നെ ഷെൽഫിൽ നിന്ന് കംപ്ലീറ്റ് സാധനങ്ങളും വാരി നിലത്തിട്ട് എന്നിട്ട് പയ്യെ ആയിട്ടത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അപ്പം തന്നെ മിസ്സായ കുറേ സാധനങ്ങൾ കിട്ടി. കാണാതെ പോയതും മിസ്സായതുമായ കുറേ ഐറ്റംസ് അതിൽ നിന്ന് കിട്ടി എനിക്ക്. ട്രെൻഡിങ് ആയിട്ട് ഓരോ ഐറ്റംസൊക്കെ ഓൺലൈനിൽ നിന്ന് ഇറങ്ങുമല്ലോ. അപ്പോൾ അതൊക്കെ മേടിച്ച് കൂട്ടും. ഒരു സമയം വരെ നമ്മളത് ഉപയോഗിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മടുപ്പ് തോന്നും, പിന്നെ മാറ്റി വെക്കും. അതാണ് എൻ്റെ നല്ല മിക്ക വീട്ടമ്മമാരുടെ ഒരു സ്വഭാവമാണ് അതെ. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ഗ്ലാസ്സൊക്കെ കണ്ടു, നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ്സാണ്. ഇതൊക്കെ ഈ വൈൻ ഗ്ലാസ് എന്നൊക്കെ പറയാം. നമ്മളത് ഉപയോഗിക്കാറില്ല, ഒരു രസത്തിന് വേണ്ടി മേടിച്ച് വെക്കുന്നതാണ്. ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല, ഇതെല്ലാം എൻ്റെ ഷെൽഫിൽ മാറ്റി വെക്കുന്ന സാധനങ്ങളാണ്. ഈ സ്റ്റാൻഡൊക്കെയാണ് മിസ്സായിപ്പോയ സാധനങ്ങളെ. ഒരിടയ്ക്ക് ഞാനിതൊരു ട്രെൻഡിങ്ങിൻ്റെ സമയത്ത് കപ്പൊക്കെ തൂക്കിയിടാൻ വേണ്ടി മേടിച്ചു. കുറച്ച് നാൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് മാറ്റിയേ. അപ്പോൾ അതൊക്കെ ഇന്നത് എല്ലാ സാധനങ്ങളും വാരി കബോർഡിൽ നിന്നൊക്കെ ഇറക്കിയപ്പോൾ അത് എനിക്ക് കിട്ടിയേ. അന്ന് ഓർത്ത് ഏതായാലും പൈസ കൊടുത്ത് മേടിച്ചതല്ലേ, കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് ഓർത്ത് അതാണ് ആദ്യം ഞാൻ വാഷ് ചെയ്യാൻ എടുത്തത്. കംപ്ലൈൻ്റ് ഒന്നും ആയിട്ടില്ല, ചെറിയ തുരുമ്പുകളൊക്കെ ഉണ്ട്. അത് ഈ സ്ക്രബ്ബർ വെച്ച് ഉരച്ച് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് പോയേ. ഈ ഗ്ലാസും പാത്രങ്ങളും ഒന്നും മിക്കതും ഞാൻ ഉപയോഗിക്കാത്ത പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പോലും ഇത്രയും ഉണ്ടായാൽ പോലും ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ കാണുമ്പോൾ പിന്നെ എനിക്ക് മേടിക്കണമെന്ന് തോന്നി മേടിച്ച് വെക്കുകയെ. അങ്ങനെ മേടിച്ച് വെക്കുന്ന സാധനങ്ങൾ അധികമേ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്നതിൽ പകുതി മുക്കാലും സാധനങ്ങളും ഞാൻ ഉപയോഗിക്കാത്തതാണ്. എന്നാലും എനിക്കിതിനോട് ഭയങ്കര ക്രേസാണ്. ഓൺലൈൻ കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉത്സവത്തിനോ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കാണുമല്ലോ, അപ്പോഴും എനിക്കിഷ്ടപ്പെട്ടത് കണ്ട് അപ്പം തന്നെ മേടിക്കുവേ. എനിക്കെന്താണോ ഇതിനോടൊക്കെ ഭയങ്കര ഒരു താല്പര്യമാണ്. വീട്ടിലിപ്പോൾ ഇരിക്കുന്നത് പകുതി മുക്കാലും ഷോ പീസ് കാണുമെന്ന് പറയാവേ. എല്ലാം ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അധികം ഉപയോഗമില്ലാത്ത സാധനങ്ങളാണ്. അതായത് ചെറിയ ഗ്ലാസ്സുകൾ, ചെറിയ കുട്ടി കപ്പുകൾ, അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പോലും പറ്റില്ല. കാരണം അതിലൊക്കെ നമ്മൾ ആർക്കെല്ലാം ചായ കൊടുത്താൽ പോലും ഒന്നും ആവില്ല. പക്ഷേ എനിക്ക് ആ അളവ് മതി. ഞാൻ ഒരുപാട് ചായ ഒന്നും കുടിക്കാറില്ല. എനിക്ക് ആ സമയത്ത് ചായ കുടിക്കണമെന്നുള്ള ചെറിയ ക്വാണ്ടിറ്റി മതി. അതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്. പക്ഷേ ആർക്കെങ്കിലും കൊടുത്താൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. കാരണം അത്രയ്ക്കും ചെറിയ കപ്പുകളൊക്കെ. പക്ഷേ അതൊക്കെ നല്ല ഷോയാണ്. ഇങ്ങനെ അടുക്കി വെക്കുമ്പോഴത്തേക്കും എന്തോ ഭയങ്കര സന്തോഷം. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അത് എത്ര രൂപയായാലും ഞാനത് നോക്കാറില്ല. എങ്ങനെയും അത് മേടിക്കണമെന്നൊരു ചിന്തയുള്ളൂ. അങ്ങനെ ഒരു ക്യാരക്ടറായി പോയി. പിന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വെറൈറ്റി ആയിട്ടിരിക്കും. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യണം അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്തോ എൻ്റേതായ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു പോകും. അല്ലാതെ മറ്റൊരാൾ അത് ചെയ്തു അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം, അതെനിക്കിഷ്ടമില്ല. ഞാൻ ചെയ്യുന്നത് എൻ്റെ മാത്രമായ തീരുമാനങ്ങളായിരിക്കണം. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വെറൈറ്റി ആയിട്ടാണ്. ഇപ്പോൾ കിച്ചണിലാണെങ്കിലും ഓരോന്ന് വെക്കുന്നതാണെങ്കിലും മേടിക്കുന്നതാണെങ്കിലും എല്ലാം എനിക്കെല്ലാം വെറൈറ്റിയാണ്. എൻ്റെ ക്യാരക്ടറും രീതി അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും ഒരു വെറൈറ്റി കീപ്പ് ചെയ്ത് പോകുന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കും കൂടുതലും ഇങ്ങനെയുള്ള സാധനത്തിനോടൊക്കെ താല്പര്യം. ഇപ്പോൾ മറ്റുള്ളവർക്കത് കാണുമ്പോഴത്തേക്കും തോന്നും ഇതിനെന്തോ വട്ടാണോ ഇതൊക്കെ ഇങ്ങനെ പൈസ കൊടുത്ത് മേടിച്ച് കളയാൻ. അങ്ങനെ മിക്കവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതെന്തിനാ ഉപയോഗശൂന്യമായിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതെന്ന്. പക്ഷേ എന്തോ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ നമ്മളിങ്ങനെ അടുക്കി വെച്ച് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. അതിനു വേണ്ടിയാണ് ഞാൻ കൂടുതലും ഇങ്ങനെയൊക്കെ മേടിച്ച് വെക്കുന്നത്. പിന്നെ ഇത് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്നതാണ് ഇച്ചിരി മെനക്കെട്ട പണിയെ. കൂടുതലും ആ ഷെൽഫിന് ഡോറില്ലാത്തതുകൊണ്ടാണ് അതിൽ ഇത്രയും പൊടി പിടിച്ചിരുന്നത്. ഇനി പയ്യെ അതിനൊരു ഡോറൊക്കെ സെറ്റ് ചെയ്ത് ആ ഷെൽഫൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണേ. ഈ പാത്രം എല്ലാം ഞാൻ മേടിച്ചതൊന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന തറവാട് വീടാണ്. ഇപ്പോൾ തറവാട്ട് വീട്ടിൽ നിന്ന് ഞങ്ങൾ തറവാടെടുത്തു. അപ്പോൾ തറവാട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഇവിടെ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതിന് മുമ്പ് തൊട്ടേ ഉള്ള പ്ലേറ്റുകളൊക്കെയാണ്. അപ്പം ഞാനതൊന്നും കളയാതെയൊക്കെ സൂക്ഷിച്ച് പറക്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തെല്ലാം ക്ലീൻ ചെയ്തെല്ലാം വെക്കുവേ. ഇത്രയും ഉണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിപ്പോവുക ആരും എടുത്തുകൊണ്ട് പോവുകയോ ചെയ്താൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം അതുപോലെ ഞാൻ ഇതിനെയൊക്കെ സ്നേഹിക്കുന്നു. ഇതെല്ലാം അതുപോലെ തന്നെ എനിക്ക് ഇത്രയുണ്ടെങ്കിലും ഇനി ഇതിൻ്റെ കൂടെ കുറേ കൂടെ വേണം, മേടിച്ച് സൂക്ഷിച്ച് വെക്കണം എന്നൊരു ചിന്തയാണ്. എന്താണെന്നറിയത്തില്ല, അതൊരു തരം ഭ്രാന്താണെന്നാണ് തോന്നുന്നത്. ഈ ക്രോക്കറി പ്ലേറ്റ്സുകൾ എന്താണ് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതെല്ലാം ഒരു തരം ഭംഗിയില്ലാതാവുകയെ.
അത് മേടിക്കുമ്പോൾ ഉള്ള ഒരു ഷോ ഇല്ല. ഇതിപ്പം കുറേ നാളായ കപ്പുകളാണ്, പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാത്തതാണ്. എന്നാലും ഇത് വാഷ് ചെയ്യാൻ എടുത്തപ്പോൾ ആ പഴയ ഒരു ഇതില്ല. ആ സമയം ഗ്ലാസിൻ്റെ പ്ലേറ്റ് ആണേലും ഗ്ലാസ് ആണേലും ഒക്കെ ഗ്ലാസിൻ്റെ ചില്ല് പ്ലേറ്റും ചില്ല് ഗ്ലാസും കപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ നല്ല സ്ക്രബ്ബർ ഇട്ടൊന്ന് കഴുകുമ്പോൾ തന്നെ നല്ല ഇപ്പം മേടിച്ച പോലെ ഇരിക്കും. പക്ഷേ ഈ ക്രോക്കറി സാധനങ്ങൾക്ക് അങ്ങനെ ഒരു ഷൈനിങ് ഇല്ല. അത് മേടിക്കുമ്പോൾ നല്ല ഭംഗിയാണ്, ഈ പൂക്കളൊക്കെ ഉള്ള പ്ലേറ്റും കപ്പൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ മേടിച്ചൊരു കുറച്ച് നാൾ നമ്മൾ ഏതായാലും 1-2 വട്ടം ഉപയോഗിച്ചിട്ടായിരിക്കുമല്ലോ എല്ലായിടത്തും മാറ്റി വെക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതെടുത്ത് കഴിയുമ്പോൾ അതിനൊക്കെ അപ്പടി എന്തോ ഒരു വരയോ പാണ്ടോ ഒക്കെ വീണ് കഴുകിയാലും അതൊരു ഷോ ഇല്ലേ. പക്ഷേ സമയം ഇങ്ങനെ ചില്ലിൻ്റെ സാധനങ്ങളൊക്കെ എപ്പോഴും കഴുകി വെക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഈ കഴുകുന്ന ഗ്ലാസ്സൊക്കെ നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട്. ഭയങ്കര നീളമുള്ള ജ്യൂസ് ഗ്ലാസ്സൊക്കെയാണ്. ഇതൊന്നും അങ്ങനെ ആരുമൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ എടുക്കും. അല്ലാതെ ഞങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിലുള്ള ജ്യൂസൊന്നും വേണ്ട. കാരണം അത്രയും ജ്യൂസ് എടുത്താൽ തന്നെ അത് കംപ്ലീറ്റ് കുടിക്കത്തില്ല. അതുകൊണ്ട് ഗസ്റ്റുകൾ ആരെങ്കിലും വരുമ്പോഴേ അതൊക്കെ എടുക്കാറുള്ളേ. അല്ലാത്തപ്പോൾ അതൊക്കെ ഇങ്ങനെ വാഷ് ചെയ്ത് ഇങ്ങനെ കഴുകി സൂക്ഷിക്കും. അങ്ങനെ എല്ലാം കഴുകി കഴിഞ്ഞ് എല്ലാം കൊണ്ടൊരു പേപ്പർ ഇട്ട് എല്ലാം അതിൻ്റെ പുറത്ത് ആദ്യം അടുക്കി വെച്ച്, പിന്നെ പയ്യെ അതല്ലേ അവിടെ ഇരുന്ന് തുടച്ചെടുത്ത് ഷെൽഫിലേക്ക് കയറ്റി വെച്ച്, ആദ്യം ആലോചിച്ച് വെയിലത്ത് കൊണ്ടെല്ലാം വെച്ച് അവിടെ നിന്ന് ഉണക്കിയെടുക്കാമെന്ന്. പിന്നെ അത് ഒരു ഇരട്ടിപ്പണിയല്ലേ, വെയിലത്ത് വെക്കണം, അത് പെറുക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എല്ലാം അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നത്. അടുക്കി വെച്ച് കഴിയുമ്പോൾ കുറേ സാധനങ്ങൾക്ക് വെക്കാൻ സ്ഥലമില്ലാതായി. പിന്നെ ഞാൻ നേരത്തെ എനിക്ക് കിട്ടിയ സ്റ്റാൻഡുണ്ട്, അതിലൊക്കെ കുറേ ബാക്കിയുള്ളതെല്ലാം സെറ്റ് ചെയ്ത് അതിങ്ങനെയും വെച്ച്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയും